ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഹൈവേൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ആകെ 3 മാസമേ ഉള്ളൂ KNRC കമ്പനിക്ക് അനുവദിച്ച ആകെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ. അതിൻ്റെ അകം എല്ലാ പണികളും തീർത്ത് ഉദ്ഘാടനത്തിന് കൈമാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയി തുടങ്ങി. പല ഭാഗത്തും നമ്മൾ കുളപ്പുറം മുതൽ നമ്മൾ യൂണിവേഴ്സിറ്റി, കാക്കഞ്ചേരി, അതേപോലെ തന്നെ കോഴിക്കോട് ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മുടെ കുളപ്പുറം മുതൽ യൂണിവേഴ്സിറ്റി വരെയാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ എവിടെയൊക്കെ കംപ്ലീറ്റ് ആയി പണികൾ എന്നൊക്കെ ഉള്ളതാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണത്. ആരും സ്കിപ്പ് ചെയ്യരുത്. ഇപ്പം നമ്മൾ VK പടി ടൗൺ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ കണ്ടാം. ഇത് കുറേ ഭാഗങ്ങൾ നമ്മൾ കണ്ട്. ഇത് ജസ്റ്റ് ഒരു CCTV ക്യാമറ പോലെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. സ്പീഡ് ക്യാമറ അല്ല ഏതായാലും. മമ്പുറത്തേക്കുള്ള റോഡാണ് ലെഫ്റ്റിൽ കാണുന്നത്. ഇത് മമ്പുറം അണ്ടർപാസ്. നമ്മുടെ പഴയ ഹൈവേ ആണ് പോണത്. താഴെ ഈ ഭാഗത്ത് ചെറിയൊരു റീഅലൈൻമെൻ്റാണ് വന്നിട്ടുള്ളത്, നമ്മുടെ തലപ്പാറ വരെ. അപ്പോൾ തലപ്പാറ കുറച്ച് ഭാഗം വർക്ക് പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ ഡൈവേർഷൻ വരുന്നുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് വലിയ പറമ്പ്. ആ ഭാഗത്ത് എത്തുന്നതിന് മുന്നേ ഒരു ഡൈവേർഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തലപ്പാറ ഭാഗത്ത് വർക്ക് തീരാത്തത് കാരണമാണ് ഇവിടെ ഡൈവേർഷൻ വന്നത് കേട്ടോ, സർവീസ് റോഡിലേക്ക്. തലപ്പാറ ഈ ഭാഗത്താണ് വർക്ക് തീരാൻ ബാക്കിയുള്ളത്. ഇവിടെ മണ്ണിൻ്റെ ലഭ്യതക്കുറവ് കാരണമാണ് കുറച്ച് ഡിലേ വന്നത്. അപ്പോൾ നമ്മൾ തലപ്പാറ കഴിഞ്ഞിട്ടോ. തലപ്പാറ കഴിഞ്ഞ് നമ്മളെ വെളിമുക്ക് ടൗണിലെത്തി. വെളിമുക്കിൽ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് ഇനി ഹൈവേയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഏരിയ ഹൈവേ കൂടെ തന്നെയാണ്. കുറേ ഏരിയ സർവീസ് റോഡിലേക്ക് ഇനി കയറേണ്ട ആവശ്യമില്ല. ഇനി ഒരേ പോക്ക ഹൈവേയിലൂടെ.
നമുക്ക് കുറേ സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശമൊക്കെ തീർന്നു. അപ്പോൾ ഈ ബസ്സുകൾ പോകുന്നത് സർവീസ് റോഡിലൂടെ കണ്ട സർവീസ് റോഡ് വഴിയാണ് ബസ്സുകൾ പോവുക മിക്കവാറും. കാരണം ബസ് സ്റ്റോപ്പുകളൊക്കെ ഉള്ളത് അനുവദിച്ചിരിക്കുന്ന സർവീസ് റൂട്ടിലാണല്ലോ. അതുകൊണ്ട് തന്നെ ബസ്സുകളൊക്കെ ഏകദേശം ലോങ് റൂട്ടിലോടുന്ന ബസ്സുകൾ ഹൈവേയിലൂടെ പോവുള്ളൂ. സാധാ ബസ്സുകളൊക്കെ സർവീസ് റോഡ് വഴിയാണ് പോവുക. അപ്പോൾ ഈ കാണുന്നതാണ് റഡാർ സ്പീഡ് ഡിറ്റക്റ്റിംഗ് ഡിസ്പ്ലേ കേട്ടോ. ഇത് റഡാർ വഴി നമ്മളെ വാഹനത്തിൻ്റെ സ്പീഡ് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നെ കാണിച്ചു തരും. അപ്പോൾ മിക്കവാറും ആ ഭാഗത്തൊരു സ്പീഡ് ക്യാമറ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആദ്യം കണ്ട ക്യാമറ സ്പീഡ് ക്യാമറ അല്ല, അതൊരു ജസ്റ്റ് ഒരു CCTV പോലത്തെ ഒരു ക്യാമറയാണ്. അപ്പോൾ ഇവിടെയാണ് സ്പീഡ് ക്യാമറ വരിക. ഓക്കെ, ഇങ്ങനത്തെ ഡിസ്പ്ലേ ഉള്ള ഭാഗങ്ങളിലും അതേപോലെ തന്നെ അതല്ലാത്ത ഭാഗങ്ങളിലും ഉണ്ടാവും സ്പീഡ് ക്യാമറ. പക്ഷെ നേരത്തെ കണ്ട ആ ക്യാമറ സ്പീഡ് ക്യാമറ അല്ല കേട്ടോ, അതൊരു CCTV പോലെയുള്ള ചെറിയൊരു നിരീക്ഷണ ക്യാമറയാണ്. ഇപ്പം നമ്മൾ പഠിക്കലെത്തി. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ആരോ വേസ്റ്റ് ഹൈവേയിൽ തള്ളിയ ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളെ ആളുകൾക്ക് ഇപ്പോഴും തലയിരുന്നിട്ടില്ല. എന്താ പറയുക, വേസ്റ്റ് നമ്മളെ പഴയ ഹൈവേമേലൊക്കെ നമ്മൾ ഈ കൂരിയാട് ഭാഗത്തൊക്കെ വേസ്റ്റ് തള്ളിയിട്ട് നമ്മൾ പണ്ടൊരു ചെല്ലുണ്ടായിരുന്നു. പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നാറ്റം പിന്നെ ഒരു കയറ്റം. പറഞ്ഞാൽ ആദ്യം നാറ്റം എന്ന് പറഞ്ഞാൽ ഈ കൂരിയാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സ്മെല്ലാണ്. കാരണം വേസ്റ്റുകൾ കൊണ്ടുപോയിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കയറ്റാണല്ലോ. അപ്പോൾ ഇത് രണ്ടും ഇപ്പം ഇല്ലാതായി. അപ്പോൾ ഇനി നമ്മൾ റോഡ് മാക്സിമം വൃത്തിയോടെ നോക്കേണ്ടത് നമ്മളെ കടമ. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ പല ആളുകളും വേസ്റ്റ് തള്ളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കൽ കഴിഞ്ഞിട്ട് ഒരു പമ്പ് ഹൗസിൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു പൊളിക്കാൻ ബാക്കി. ആ ഭാഗമൊക്കെ പൊളിച്ചാവും. പമ്പ് ഹൗസിൻ്റെ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു പോയി. ആ ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ചേളാരി ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞ ക്യാമറ ഉണ്ട് കണ്ടോ, റൈറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ചേളാരി ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ ചേളാരി. പമ്പൊക്കെ നമുക്ക് എണ്ണ അടിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട ആ എക്സിറ്റിൽ ഇറങ്ങണം. നമ്മളൊന്നും ഇറങ്ങാൻ പറ്റും കേട്ടോ. ചേളാരിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. താഴെ ചേളാരി. ചേളാരി ജംഗ്ഷനൊക്കെ അണ്ടർപാസ്സായി പോയി. താഴെ ചേളാരി പാസ് ചെയ്ത് മേലെ ചേളാരിക്ക് എത്തി. മേലെ ചേളാരി
മാറിയില്ലേ, ബസ്സുകളൊക്കെ നമ്മുടെ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത് കേട്ടോ. കുറെ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു ഈ ബസ്സുകളൊക്കെ എങ്ങനെ പോവാ, ബസ്സുകൾക്ക് സ്റ്റോപ്പുകളൊക്കെ ഉള്ളതാണല്ലോ, ബസ് സ്റ്റോപ്പ്. അപ്പോൾ ആളുകൾ കയറേണ്ടതാണല്ലോ. അപ്പോൾ അതിന് ബസ്സുകൾ എങ്ങനെ പോകുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ബസ്സുകളൊക്കെ സർവീസ് റോഡ് വഴിയാണ് പോകുന്നത് ഒട്ടുമിക്ക ഭാഗത്തും. ലിമിറ്റഡ് സ്റ്റോപ്പായിരിക്കും ഹൈവേയിലൂടെ പോകുന്നത്. KSRTC ലിമിറ്റഡ് സ്റ്റോപ്പൊക്കെ ഹൈവേയിലൂടെ പോകും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എത്തി. നമ്മുടെ വെളിമുക്ക് മുതൽ ഇങ്ങോട്ട് ഫുൾ ഹൈവേ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ അല്ല, നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി വരെ വന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എവിടെ വരെ ഉണ്ട് നോക്കാം. റോഡ് ഇതുവരെ ഉള്ളൂ കേട്ടോ.